കിട്ടുന്നുണ്ടല്ലോ, വാട്സപ്പിൽ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അതിനനുസരിച്ചിട്ടൊക്കെ തിന്നു, പരമാവധി തിന്ന് മുടിച്ചിട്ട് അവസാനം ഇങ്ങോട്ട് അതിന് പൈസ കൊടുക്കണ്ട. ആകെ കട്ടഞ്ഞാൻ്റെ പൈസ മാത്രമേ കൊടുക്കണ്ടുള്ളൂ. ഫിത്തിനക്കത്ത് പൈസ കൊടുക്കേണ്ടത്, അതിന് പൈസ കൊടുക്കാനൊന്നുമില്ലല്ലോ. അതൊന്നും ഇരിക്കാനുള്ള ബെഞ്ച് കിട്ടിയാൽ മതി, കസേര കിട്ടിയാൽ മതി, സ്റ്റൂൾ കിട്ടിയാൽ മതി. നമുക്ക് ഇരുന്ന് പറയാം കേട്ടോ. ഫിത്ന പറയുന്നവർ, ചെവി കൊണ്ടത് കേൾക്കുന്നവർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു യാത്ര ഉദ്ദേശിക്കുകയാണ്. ആ യാത്രയിൽ അവരുടെ കൂടെ സഹായിയായിട്ട് മറ്റൊരാളെയും കൂടെ കൂട്ടി. അങ്ങനെ 4 പേര് യാത്ര തുടരുകയാണ്. യാത്ര മധ്യേ ഇവരെ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അല്പം വിശ്രമിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിലായി. വിശ്രമം കഴിഞ്ഞു, ഉറക്കിൽ നിന്നുണർന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഭക്ഷണം റെഡിയായോ എന്ന് ചെന്ന് നോക്കുമ്പോ സഹായത്തിനായി കൂടെ കൂട്ടിയിട്ടുള്ള ആള് നല്ല ഉറക്കിലാണ്. അയാൾ എണീച്ചിട്ടില്ല. സഹായിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയ ആള് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. സുബൈക്ക് എണീച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പള്ളിയിലെ മുക്കർക്ക് എണീക്കുന്നുണ്ടെന്ന് പറയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ എത്ര മണിക്ക് എണീക്കുന്നത്, അയാൾക്ക് താജ് നിസ്കാരമുണ്ടോ, അയാൾ സുബൈന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ, ശേഷം നിസ്കരിക്കുന്നുണ്ടോ, ബാക്കിയിരിക്കുന്നുണ്ടോ, എണീച്ചിട്ട് പോകുന്നുണ്ടോ. കൊടുത്ത ബാങ്കിന് ഇതുവരെ ഈ പഹയം പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കൊടുക്കാത്ത ബാങ്കിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വന്നത്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, കൊടുത്ത ബാങ്കിന് ഇതുവരെ പള്ളിയിലേക്ക് വന്നിട്ടില്ല, കൊടുക്കാത്ത ബാങ്കിന് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റിക്കാരെ വിളിച്ച് ചോദിച്ചിട്ട്, അതെന്താ ഇന്ന് പള്ളിയിൽ വാങ്ങില്ലേ ഇല്ലേ ചോദിക്കുന്നത്. വിളിച്ചിട്ട് ചോദിക്കാം, എന്നിട്ട് കൊടുത്ത ബാങ്കിന് വന്നോ ഇല്ല. ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബാങ്ക് കേൾക്കാൻ, കേട്ട ബാങ്കിന് പള്ളിയിലേക്ക് വരാൻ പറ്റിയ ആണുങ്ങൾക്ക്. ബറക്കത്തുള്ളവർ പള്ളിയിൽ വരും. ബറക്കത്തുള്ളവര് കാതിന് ബറക്കത്തുള്ളവര് ബാങ്ക് കേൾക്കുകയും ചെയ്യും, കേട്ട ബാങ്കിന് പള്ളിയിലേക്ക് വരികയും ചെയ്യും. ഏറ്റവും വലിയ ബറക്കത്ത് തന്നെയാണ്. ലോകത്തെ കേൾക്കുന്ന വചനങ്ങളിൽ ഏറ്റവും മനോഹരമായ വചനമാണല്ലോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തോ ഒരു മനോഹരമായ വചനമാണത്. അമുസ്ലിമീങ്ങളായ ആളുകൾ, ഹൈന്ദവകളായ സഹോദരിമാര് പോലും രാവിലെ എണീച്ചിട്ട് പശുവിന്റെ പാല് കറക്കുന്നത് നമ്മുടെ പള്ളിയിലത്തെ സുബഹി ബാങ്ക് കേട്ടിട്ടാണ്. ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും വിഷമം അവർക്കാണ്, ഇന്ന് ബാങ്ക് കേട്ടിട്ടില്ലല്ലോ എന്ന്. വേറെ നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാങ്കിന്റെ പേരിൽ, അതെന്തോ ആയിക്കോട്ടെ. എന്നാ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും നമ്മുടെ സംസ്കാരങ്ങളോടും ഇത്തരം അല്ലാഹുവിന്റെ ശിആറുകളോടും വലിയ ബഹുമാനം കാണിക്കുന്ന അവിശ്വാസികളുണ്ട്. ഇതിലൂടെ ഒന്ന് പോകുമ്പോ, ഏണിയാടിയുടെ പള്ളിയുടെ മക്കാമിലൂടെ പോകുമ്പോ നമ്മളെക്കാളും ബഹുമാനം കാണിക്കുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. നമുക്ക് പോലും ആ ബഹുമാനം ഉണ്ടാവില്ല. കൂളായിട്ടായിരിക്കും നമ്മുടെ മക്കാമിലേക്ക് കയറി പോവുക. സ്വന്തം പുരക്കൊക്കെ കയറി പോകുന്ന പോലെ ഒരു ബഹുമാനം ഉണ്ടാവില്ല. അവിടെ നിന്ന് ഇറങ്ങൽ വഴി തന്നെ വേണമെങ്കിൽ വീടി കത്തിക്കുകയും ചെയ്യും, ചവച്ച് തുപ്പും ചെയ്യും. മഹാന്മാരെ മുന്നിലാണ്, ഹളറത്തിലാണ്, അവരുടെ ഓരത്താണ്, അവരുടെ സൈഡിൽ ഒരു ബഹുമാനം ഉണ്ടാവില്ല.